തോൽവികളെ പേടിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ഈ തോൽക്കൂന്നുള്ള പേടിയുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാതെ മാറ്റിവെച്ച കുറെ മനുഷ്യരുണ്ടാവും നമ്മുടെയൊക്കെ ചുറ്റും, അല്ലെ? ഞാനും അത്തരത്തിലുള്ള മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയായിരുന്നു. ഈ തോൽവികളോടുള്ള പേടി കാരണം കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാതെ മിസ്സാക്കി കളഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ ഈയിടെയായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഒരു തീരുമാനമാണ് തോറ്റു പഠിക്കാന്നുള്ളത്. ഞാനെടുത്ത കുറേ ഡിസിഷൻസ് തോൽക്കുന്നുണ്ട്, കുറെ കാരണങ്ങൾ കൊണ്ട് അതൊക്കെ ഇല്ലാതാവുന്നുണ്ട്. ഈ എപ്പോഴും ജീവിതത്തിൽ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ത്രില്ലുണ്ടാവും. തോക്കണം, തോറ്റു തോറ്റ് പഠിക്കണം. അപ്പോ എന്തായാലും 2025 കഴിയാൻ പോവാണ്, 2026 തുടങ്ങാൻ പോവാണ്. ഞാൻ എടുത്ത ഡിസിഷൻസിൽ ഒന്നാണ് തോറ്റു പഠിക്കാന്നുള്ളത്. അത് ഞാൻ ഇപ്പോഴും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു കോട്ടുണ്ട്, നമ്മുടെ മഞ്ജു വാര്യർ പറഞ്ഞത്, ഇനി നീ എങ്ങാനും ഒന്ന് തോറ്റുപോയാൽ തന്നെ അതത്ര വലിയ കുറ്റമൊന്നല്ല, നമ്മൾ ശരിക്കും പരിശ്രമിക്കാതെ തോറ്റു പോകുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. അപ്പൊ നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറാവുക, ജീവിക്കാൻ തയ്യാറാവുക, പൊരുതാൻ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ തോറ്റാ അങ്ങ് തോക്കട്ടെ, പക്ഷെ എങ്ങാനും ജയിച്ചാലോ? അപ്പൊ പുതിയ വർഷം പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തയ്യാറാവുന്നവരോടാണ് പറയുന്നത്, ഈ തോൽവി കാരണം ഒന്നും മാറ്റി വെക്കരുത്. നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ മുന്നോട്ട് ഇറങ്ങാം. തോൽവിയെ പേടിച്ച് ഒന്നും മാറ്റി വെക്കരുത്. അപ്പൊ ഓക്കെ, ബൈ.